every time you placing a trade, there is someone to take your opposite side. നിങ്ങളൊരു ട്രേഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ട്രേഡ് എടുക്കാൻ മാർക്കറ്റിൽ ആരെങ്കിലും ഒക്കെ കാണും. ഓക്കെ, ഒരു ട്രേഡ് എപ്പോഴായിരിക്കും കംപ്ലീറ്റ് ആവുക? ഒരു ട്രേഡ് കംപ്ലീറ്റ് ആവുന്നത് ബൈയിങ്ങും സെല്ലിങ്ങും നടന്നു കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് ബൈയും ഈക്വൽ നമ്പർ ഓഫ് സെല്ലും കഴിയുമ്പോഴാണ്, കംപ്ലീറ്റഡ് ആകുമ്പോഴാണ് ആ ഒരു ട്രേഡ് കംപ്ലീറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഫോർ എവറി ബൈ ദർ ഈസ് എ സെൽ ആൻഡ് ഫോർ എവറി സെൽ ദർ ഈസ് എ ബൈ. മുൻപത്തെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രൈസിൻ്റെ മൂവ്മെൻറ്റിന് കാരണം ബൈയിങ്ങും സെല്ലിങ്ങും പ്രഷറാണെന്ന്. ഓക്കെ, ബൈയിങ്ങും സെല്ലിങ്ങും പ്രഷറാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റിന് കാരണം. പക്ഷെ പ്രൈസ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? പ്രൈസ് മൂവ് ചെയ്യുന്നത് ലിക്വിഡിറ്റിയിലോട്ടാണ്. ഓക്കെ, നൗ വാട്ട് ഈസ് ലിക്വിഡിറ്റി? ഒരു പ്രൈസ് ലെവൽ അധികം ചേഞ്ച് ആവാതെ, അവിടെ സംഭവിക്കാതെ എത്ര എളുപ്പത്തിൽ അവിടെ നമുക്ക് ബൈയിങ്ങോ അല്ലെങ്കിൽ സെല്ലിങ്ങോ നടത്താൻ പറ്റും എന്നതാണ് ലിക്വിഡിറ്റി. അത് പ്രോസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിൽ ഒരു റയർ ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ട്, അത് നിങ്ങൾക്ക് വിറ്റേ പറ്റൂ. അപ്പോൾ അത് വിൽക്കാൻ പോകുമ്പോൾ മാർക്കറ്റിൽ അതിന് ബയേഴ്സ് കുറവാണ്, വളരെ കുറച്ച് ബയേഴ്സ് ആ പ്രോഡക്റ്റ്, നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കുറച്ച് ബയേഴ്സ് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പ്രൈസിൽ വിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പ്രൈസ് കുറച്ചിട്ട് വിൽക്കേണ്ടി വരും. യു മൈറ്റ് ഹാവ് ടു ലോവർ യുവർ പ്രൈസ്. ഇനി അതേസമയം ആ മാർക്കറ്റിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഒരുപാട് ബയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് എളുപ്പത്തിൽ വിൽക്കാൻ കഴിയും. മാത്രമല്ല, നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് വിൽക്കാനും കഴിയും, സെല് ചെയ്യാൻ കഴിയും. ഇതാണ് ലിക്വിഡിറ്റി. ഓക്കെ, ഇപ്പോൾ ലിക്വിഡിറ്റി എന്താണെന്നുള്ളൊരു കൺസെപ്റ്റ് കിട്ടി. പക്ഷേ യഥാർത്ഥത്തിൽ ആ ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലേ? കുഴപ്പമില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ലിക്വിഡിറ്റി കുറച്ചുകൂടെ ക്ലിയർ ആവും. ലിക്വിഡിറ്റി ഡിഫിക്കൽട്ടാണ്. ഒരു കോട്ടുണ്ട്, ഇഫ് യു കോണ്ട് അണ്ടർസ്റ്റാൻഡ് ലിക്വിഡിറ്റി then you are the liquidity, അല്ലെങ്കിൽ you are in the liquidity. സോ ലിക്വിഡിറ്റി കൺസെപ്റ്റ്, മാർക്കറ്റിലെ ലിക്വിഡിറ്റി എന്നുള്ള ടേം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ യു ആർ ജസ്റ്റ് ട്രേഡിങ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയിട്ടാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത്. സോ ഞാൻ നേരത്തെ ഒന്നുകൂടെ പറയാം. ഫോർ എവറി ബൈ ദർ ഈസ് എ സെൽ ആൻഡ് ഫോർ എവറി സെൽ ദർ ഈസ് എ ബൈ. നിങ്ങൾ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ആരാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത്, സെല് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ ആ പ്രോഡക്റ്റ്, ക്വാണ്ടിറ്റി ഷെയർസ് മേടിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ നിങ്ങൾ സെല്ല് ചെയ്യുമ്പോൾ ആർക്കാണ് സെല്ല് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുന്നതല്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ജസ്റ്റ് ഒരു വേഗമായിട്ടുള്ള നോളേജ് മാത്രമേ ഉള്ളൂ. ആൻഡ് ഇഫ് യു ക്യാൻ സേ ദാറ്റ്, നിങ്ങൾ ആർക്കാണ് കൊടുക്കുന്നത്, ആരുടെ കയ്യിൽ നിന്നാണ് ഷെയർസ് വാങ്ങുന്നത് എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ then you are really printing papers from trading. സോ നമ്മളിപ്പോൾ മനസ്സിലാക്കി പ്രൈസിൻ്റെ മൂവ്മെൻറ്റിന് കാരണം ബൈയിങ്ങും സെല്ലിങ്ങും പ്രഷറാണെന്ന്, ആൻഡ് പ്രൈസ് മൂവ് ചെയ്യുന്നത് ലിക്വിഡിറ്റിയിലോട്ടാണെന്ന്. ഓക്കെ, സോ എന്തിനാണ് മൂവ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, പ്രൈസ് ബൈയിങ്ങും സെല്ലിങ്ങും പ്രഷർ കൊണ്ട് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകുന്നു, ആൻഡ് ആ പോകുന്നത് പോയിന്റ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയിലോട്ടാണ് പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ അലോങ് വിത്ത് ദ പ്രൈസ് അതിന് കൂടെ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട്, കുറച്ച് ട്രേഡേഴ്സ് അവിടെ ഉണ്ട്. ആ അലോങ് ദ പ്രൈസ് പോകുന്നത് പ്രൈസ് മാത്രമല്ല, കുറച്ച് ട്രേഡേഴ്സും കൂടെ പോകുന്നുണ്ട്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് കൂടെ അലോങ് വിത്ത് ദാറ്റ് പ്രൈസ് പോകുന്നുണ്ട് ലിക്വിഡിറ്റിയിലോട്ട്. ഓക്കെ, സോ ആരാണ് ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്? പ്രൈസിന്റെ പിന്നിലുള്ള, ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ, ആ ചാർട്ട്സിൽ കാണുന്ന പ്രൈസ് മൂവ്മെന്റിന്റെ പിന്നിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് ആയിട്ട് ആരൊക്കെയാണുള്ളത് നോക്കാം. നമുക്ക് അറിയുന്ന പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സുമാണ്. മാത്രമല്ല, ഒരു അധികം പാർട്ടിസിപ്പൻസിനൂടെ ഞാൻ പറയാം. മാർക്കറ്റ് മേക്കേഴ്സ് എന്ന് പറയും, അതുപോലെ തന്നെ HFT, ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സ് എന്നോട് പറയും. റീറ്റെയിൽ ട്രേഡേഴ്സ് പറഞ്ഞു പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. എന്നെയും നിങ്ങളെയും പോലെയുള്ള ഇൻഡിവിജ്വൽ ആയിട്ട് ഉള്ള നോർമൽ ട്രേഡേഴ്സാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ അവരുടെ കയ്യിലുള്ള ക്യാപിറ്റൽ പറഞ്ഞ ഡെയിലി ക്യാപ്പ് എന്ന് പറയുന്നത് കുറവായിരിക്കും. സ്മോൾ ഡെയിലി ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും റീറ്റെയിൽ ട്രേഡർ. അതുമാത്രമല്ല, അവർക്ക് മാർക്കറ്റിലോട്ടുള്ള ആക്സസ് കുറവായിരിക്കും. ആക്സസ് എന്ന് പറയുന്നതിനേക്കാളും മാർക്കറ്റിലോട്ടുള്ള ആക്സസ് പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. ആക്സസ് പോയിന്റ് കുറവായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൻഡ് കമ്പയറിംഗ് ടു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളും ആണ്.
ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഗനൈസേഷൻസും ഒക്കെ അവരാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡർ. ബാങ്ക് ആവാം, അല്ലെങ്കിൽ ഹെഡ്ജ് ഫണ്ട്, പെൻഷനേഴ്സ് ഫണ്ട്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, മ്യൂച്വൽ ഫണ്ടുകൾ, അങ്ങനെയുള്ള ട്രേഡേഴ്സൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് ബാങ്കുകളും അതുപോലെ ഇങ്ങനെ ഈ ഫിനാൻസ് സ്ഥാപനങ്ങളായതുകൊണ്ട് തന്നെ ഡെയിലി ക്യാപിറ്റൽ എന്ന് പറയുന്നത് കമ്പയറിംഗ് ടു റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെ ഹ്യൂജ് ആയിട്ടുള്ള വലിയൊരു ക്യാപിറ്റലായിരിക്കും ഡെയിലി ക്യാപിറ്റൽ. സോ മാർക്കറ്റിൽ കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് അവരായിരിക്കും. കൂടുതൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുന്നതും ബൈ ചെയ്യുന്നതും സെൽ ചെയ്യുന്നതും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ഞാൻ അതിലോട്ട് കടന്നു വരും. പക്ഷെ ബാക്കി ട്രേഡേഴ്സ്, ബാക്കി പാർട്ടിസിപ്പൻസിനും കൂടെ പറഞ്ഞു പോവുകയാണെങ്കിൽ മാർക്കറ്റ് മേക്കേഴ്സ് അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. അധികം ആരും മാർക്കറ്റ് മേക്കേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, അധികം എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ആക്ച്വലി മാർക്കറ്റ് മേക്കേഴ്സ് ആണ് മാർക്കറ്റിനെ മോഡൽ ചെയ്തെടുക്കുന്നത്, ഡിസൈൻ ചെയ്തെടുക്കുന്നത്. മാർക്കറ്റ് വളരെ പ്രിസൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ആ പ്രിസിഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ എന്തെങ്കിലും വേണം, എന്തെങ്കിലും ഒരു ഫോഴ്സ് വേണം. അങ്ങനെ ആ പ്രിസിഷൻ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പ്രിസിഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് മേക്കേഴ്സ് ഉള്ളത്. ഓരോ പ്രൈസ് ലെവലിലും സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് മേക്കേഴ്സ് ഉള്ളത്. അവർക്ക് ട്രേഡ് ചെയ്യുന്ന പ്രൈസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പ്രൈസ് മേലോട്ടാണോ പോകുന്നത്, താഴോട്ടാണോ പോകുന്നത്, സൈഡ് വൈസ് ആണോ, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ദേ ജസ്റ്റ് എൻഷുറിങ് ഓരോ പ്രൈസ് ലെവലിലും ബയേഴ്സും സെല്ലേഴ്സും സഫീഷ്യൻ്റ് ആണോ എന്നവർ നോക്കും. വിച്ച് മീൻസ് ദ എൻഷുർ മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഉണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്ന ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് ആണ് മാർക്കറ്റ് മേക്കേഴ്സ്. അവർ എല്ലാ ട്രേഡിംഗ് സെഷനിലും മാർക്കറ്റിൽ ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ 9:15 മുതൽ 3:30 വരെ അവർ മാർക്കറ്റ് സെഷനിൽ തന്നെ ഉണ്ടാവും. മാർക്കറ്റ് മേക്കേഴ്സ് ദേ ആർ മോഡലിംഗ് ദ കംപ്ലീറ്റ് മാർക്കറ്റ്. ആൻഡ് ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ വിസിബിൾ ആയിട്ട് എപ്പോഴും കാണാൻ പറ്റില്ല. ബട്ട് സംടൈംസ് കുറച്ചും കൂടെ മൈന്യൂട്ട് ലെവലിൽ നമ്മൾ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ അവരെ മനസ്സിലാക്കാൻ പറ്റും, അവരെ കാണാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ചെറിയ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അവരുടെ കംപ്ലീറ്റ് ട്രേഡ് പൂർത്തിയാക്കിയിട്ട് അവർ പോകും. വിച്ച് മീൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടീസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ചാർട്ടിങ് പ്ലാറ്റ്ഫോമിൽ വളരെ ചെറിയ ടൈം ഫ്രെയിം എടുക്കുക, 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റ് 3, അങ്ങനെ വളരെ ചെറിയ ടൈം ഫ്രെയിം എടുക്കുക. ഈ ടൈം ഫ്രെയിം എടുക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ ചില സ്പെസിഫിക് സമയത്തിൽ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോഡി വലിയ മൂവ്മെൻ്റ് ഒന്നും കാണില്ല, പക്ഷേ വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ വിക്ക് ഫോം ആയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോഡി ഒരു ഫോർമേഷനോ അല്ലെങ്കിൽ ചേഞ്ചോ മൂവ്മെൻറ്റോ ഒന്നും കാണാത്ത മുമ്പ് തന്നെ പെട്ടെന്ന് ഒരു വിക്ക് ഫോം ആയി പോയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് വെയർ ഹൈ ഫ്രീക്വൻസി ട്രേഡേഴ്സ് ആക്റ്റീവ് ആകുന്ന സമയം. അപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻ്റ് കൂടി ഉണ്ട്. 4 മാർക്കറ്റ് പാർട്ടിസിപ്പൻറ്റിലെ ട്രേഡ് ചെയ്യുന്ന കൂടുതലും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പർ ഹാൻഡ്, കംപ്ലീറ്റ് ട്രേഡിംഗ് വേൾഡിൽ തന്നെ അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനെ ആണെന്ന് നമുക്ക് മനസ്സിലായി. ബിക്കോസ് അവർക്കാണ് കൂടുതൽ മാർക്കറ്റിലുള്ള ആക്സസ് ഉള്ളത്, കൂടുതൽ ഡാറ്റ ഉള്ളത്. ആൻഡ് അവരുടെ ഡെയിലി ക്യാപിറ്റൽ പറയുന്നത്, അവർ ട്രേഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി പറഞ്ഞതാണ് ഡെയിലി ഒരു ഏതെങ്കിലും ഒരു ഷെയറിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുക്കുമ്പോൾ അവരുടെ ട്രേഡിംഗ് ക്വാണ്ടിറ്റീസ് ആയിരിക്കും കൂടുതൽ. കാരണം ഇൻസ്റ്റിറ്റ്യൂഷന് കൂടുതൽ മണി ഉണ്ട് ആൻഡ് അവർ ട്രേഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി അതിനനുസരിച്ച് കൂടുതലാണ്. സോ മാർക്കറ്റിലെ അപ്പർ ഹാൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിലാണ്. സോ നൗ ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളിത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ എവിടെയെങ്കിലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വീണ്ടും എടുത്ത് ഞാൻ പറയുമ്പോൾ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കാരണം ബൈയിങ്ങും സെല്ലിങ്ങും പ്രഷറാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് കൂടുതൽ മാർക്കറ്റിൽ കൂടുതൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ബൈയിങ്ങും സെല്ലിങ്ങും പ്രഷർ കൂടുതൽ കൊണ്ടുവരാൻ പറ്റുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കമ്പയറിംഗ് ടു റീറ്റെയിൽ ട്രേഡർ, ഇൻസ്റ്റിറ്റ്യൂഷനെയാണ് കൂടുതൽ മാർക്കറ്റിൽ ബൈയിങ്ങും സെല്ലിങ്ങും പ്രഷർ കൊണ്ടുവരാൻ പറ്റുക. സോ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ കാരണം ബൈയിങ്ങും സെല്ലിങ്ങും പ്രഷർ ആയതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റി തന്നെയാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റിന് കാരണം. അത് കണക്ട് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒന്നുകൂടെ പറയാം. പ്രൈസിൻ്റെ മൂവ്മെൻറ്റിന് കാരണം ബൈയിങ്ങും സെല്ലിങ്ങും പ്രഷറാണ്. ആൻഡ് ബൈയിങ്ങും സെല്ലിങ്ങും മാർക്കറ്റിൽ കൂടുതൽ പ്രഷർ ഇടുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റിയാണ് പ്രൈസിൻ്റെ മൂവ്മെൻറ്റിന് കാരണം. ആൻഡ് പ്രൈസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു, ലിക്വിഡിറ്റിയിലോട്ട്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി പ്രൈസിനെ ലിക്വിഡിറ്റിയിലോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. ലിക്വിഡിറ്റി എന്താണ്? ലിക്വിഡിറ്റി ഒരു പ്രൈസ് പോയിന്റ് അധികം ചേഞ്ച് വരാതെ ആ ഒരു പോയിന്റിൽ ബൈയിങ്ങും സെല്ലിങ്ങും എളുപ്പമാക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തിനെ ആ ഒരു ലിക്വിഡിറ്റിയിലേക്ക് പോകണം? അവരെന്തിനാ ബൈയിങ്ങും സെല്ലിങ്ങും എളുപ്പമാക്കണം? ബിക്കോസ്
ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ക്വാണ്ടിറ്റി ഡെയിലി പർച്ചേസ് ചെയ്യുന്നുണ്ട്, ബയോ സെല്ലോ ഓർഡർ ബുക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ റീറ്റെയിൽ ട്രേഡറെ കമ്പയർ ചെയ്യുമ്പോൾ അവർ ചെറിയ ക്വാണ്ടിറ്റി, ചെറിയ സൈസ് ഓഫ് ട്രേഡ്സ് ആയിരിക്കും, ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷന് വലിയ സൈസ് ഓഫ് ട്രേഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്താൽ ഭയങ്കര വലിയ പ്രൈസ് ചേഞ്ചസ്, പ്രൈസ് ഡിഫറൻസ് മാർക്കറ്റിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ടൈമിൽ ഓക്കെ 9:30 എന്നുള്ളൊരു ടൈം, എക്സാമ്പിളിന് പറയാം, 9:30 എന്നുള്ളൊരു ടൈമിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി ബൈ ചെയ്തു. അങ്ങനെ ബൈ ചെയ്തെങ്കിൽ ഈ പ്രൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ, ആ ബൈയിങ് പ്രഷർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഭയങ്കര വലുതായിട്ട് അവിടെ നമുക്ക് വിസിബിളി കാണാൻ പറ്റും. പക്ഷേ ഒരു റീറ്റെയിൽ ട്രേഡറെ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ജസ്റ്റ് ബൈയും സെല്ലും ബട്ടൺ പ്രസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാനൊന്നും പറ്റില്ല. ബിക്കോസ് അവരുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്, അവർക്ക് ആ പൈസ ഒളിപ്പിച്ച് വെക്കണം. ആ പൈസ കൊണ്ട്, ആ ക്യാഷ് കൊണ്ട് അവർ ചെയ്യുന്ന ട്രേഡ് മറ്റാരും കാണരുത്. അതുകൊണ്ട് അവർക്ക് മാർക്കറ്റിൽ വളരെ സീക്രട്ട് ആയിട്ട് തന്നെ അവരുടെ ഓർഡേഴ്സ് എല്ലാം പ്ലേസ് ചെയ്യാനും മാർക്കറ്റിൽ മൂവ് ചെയ്യിക്കാനും പറ്റണം. ബിക്കോസ് അവരുടെ ക്വാണ്ടിറ്റി മാർക്കറ്റിൽ വന്നു എന്ന് മറ്റുള്ളവർക്ക് കാണരുത്. ബിക്കോസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല മാർക്കറ്റിലുള്ളത്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ. ഒരുപാട് ബാങ്കുകളുണ്ട്, ഒരുപാട് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ഒരുപാട് ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ഒരുപാടുണ്ട്. സോ ഒരാളുടെ മൂവ്മെന്റും അവരങ്ങനെ എക്സ്പോസ് ചെയ്യില്ല. അവർ പറ്റാവുന്നത്ര സീക്രസിയിലായിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് കണക്ട് ചെയ്യുന്നത്. വലിയ ക്വാണ്ടിറ്റിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യുന്നുണ്ട്, ആൻഡ് അത്രയും വലിയ ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്യുന്ന ഓർഡേഴ്സ് അവർ ഭയങ്കര രീതിയിൽ സീക്രട്ടായിട്ട് മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. സോ ഇതെങ്ങനെയായിരിക്കും? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ്, ഫോർ എവറി ബൈ ദർ ഈസ് എ സെൽ, ഫോർ എവറി സെൽ ദർ ഈസ് എ ബൈ, എന്നാലാണ് ആ ട്രേഡ് കംപ്ലീറ്റ് ആകുക. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ 9:30 എന്നൊരു സമയത്ത് ഒരു വലിയൊരു ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തു. ഓക്കെ, വാട്ട് എവർ, അത് എങ്ങനെ പർച്ചേസ് ചെയ്തു എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. പർച്ചേസ് ചെയ്തെങ്കിൽ വേറൊരു ടൈമിൽ ആ അത്രയും പർച്ചേസ് ചെയ്ത, അത്രയും ബൈ ചെയ്ത ക്വാണ്ടിറ്റി വേറൊരു ടൈമിൽ സെല്ല് ചെയ്താൽ മാത്രമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ട്രേഡ് കംപ്ലീറ്റ് ആവുക. സോ സെല്ല് ചെയ്യണമെങ്കിൽ അവിടെ ലിക്വിഡിറ്റി വേണം. ദാറ്റ് ഈസ് വൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ലിക്വിഡിറ്റി തേടി പോകുന്നു എന്നുള്ള കാര്യം. ലിക്വിഡിറ്റി എന്തിനാണ്? അവരുടെ ലാർജ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അവർക്ക് എളുപ്പത്തിൽ ബൈ ചെയ്യാനോ സെല് ചെയ്യാനോ പറ്റണം. അപ്പോൾ അവർ ലിക്വിഡിറ്റി എത്തുമ്പോൾ അവരുടെ ലാർജ് ക്വാണ്ടിറ്റി എളുപ്പത്തിൽ ബൈ ചെയ്യാനോ എളുപ്പത്തിൽ സെല് ചെയ്യാനോ അവർക്ക് പറ്റും. അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലിക്വിഡിറ്റിയിലോട്ട് പോകുന്നത്. ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതെടുത്ത് കാണേണ്ടി വരും. ഈ വീഡിയോ 1 or 2 തവണ കൂടുതൽ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. സോ മൊത്തത്തിൽ ഞാൻ ഇത്ര നേരം പറഞ്ഞത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, മാർക്കറ്റിലെ അപ്പർ ഹാൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഭയങ്കര വലിയ ലാർജ് ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്തുകൊണ്ട്, ബയോ സെല്ലോ ഓർഡർ പ്ലേസ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നു. ആൻഡ് ഈ ബൈയിങ്ങും സെല്ലിങ്ങും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡിറ്റി സോണിലോട്ട് ഇവർ പ്രൈസിങ് മൂവ് ചെയ്യുന്നു. സോ മാർക്കറ്റിലെ ഹ്യൂജ് ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രഷർ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നു. ആൻഡ് ആ പ്രഷർ പ്രൈസ് കൊണ്ടുപോകുന്നത് ട്രേഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ ഓപ്പോസിറ്റ് ട്രേഡ് മറ്റുള്ളവർ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ലിക്വിഡിറ്റി സോണിലോട്ട് പ്രൈസ് കൊണ്ടുപോകുന്നു. സോ ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. നമ്മൾ ഈ അറിഞ്ഞിരിക്കുന്ന ട്രേഡിങ്ങിൽ ഞാൻ ഈ പറഞ്ഞ ചാർട്ടിന്റെ ബിഹൈൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കാണുന്ന ചാർട്ടിന്റെ പിന്നിൽ നടക്കുന്ന യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ. സോ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എവിടെയാണ് ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ടിന്റെ വാല്യൂ തോന്നുക? എവിടെയായിരിക്കും ഒരു ട്രെൻഡ് ലൈനിന്റെ വാല്യൂ തോന്നുന്നു? അല്ലെങ്കിൽ എവിടെയാണ് ഈ MSI MACD എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നുന്നത്? അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ അങ്ങനെയുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ നോക്കി അങ്ങനെ ട്രേഡ് ചെയ്യാൻ ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷന് പറ്റില്ല. അവരുടെ അത്രയും ലാർജ് ക്വാണ്ടിറ്റി ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ നോക്കിയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ മാർക്കറ്റിലെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ ഓർ സം പാറ്റേൺസ് ഇതൊന്നും ഇല്ല മാർക്കറ്റിൽ. വിച്ച് മീൻസ് നിങ്ങൾ അതിനെക്കുറിച്ച് പഠിച്ച് ട്രേഡ് ചെയ്ത് യു ആർ പ്രിന്റിങ്, അല്ലെങ്കിൽ നിങ്ങൾ അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും. അത് കുഴപ്പമില്ല, ബിക്കോസ് നിങ്ങളത് അക്യൂർ ചെയ്ത സ്കില്ലാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ എപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ പഠിച്ച സ്ട്രാറ്റജി എപ്പോൾ മാർക്കറ്റിൽ വർക്ക് ചെയ്യും എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ ആ സ്കിൽ ഓൾറെഡി അക്യൂർ ചെയ്ത് കഴിഞ്ഞു ആ രീതിയിൽ ട്രേഡ് ചെയ്യാൻ. സോ വിച്ച് മീൻസ് ഞാൻ അതിൽ നിന്ന് മാറ്റി തിങ്ക് ചെയ്യാൻ ഞാൻ പറയല്ല, നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ ഓൾറെഡി നിങ്ങൾ അക്യൂർ ചെയ്തു. പക്ഷേ യഥാർത്ഥത്തിൽ ആ ചാർട്ട്സിൻ്റെ ഒക്കെ പിന്നിൽ ഇങ്ങനൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി മാർക്കറ്റിൽ മൂവ് ചെയ്യിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവരുടെ കുറച്ച് സ്ട്രാറ്റജീസും അവരുടെ പ്ലാൻസും അവരുടെ ബൈയിങ് ആൻഡ് സെല്ലിങ് പ്രഷറും ലിക്വിഡേഷൻ ലെവലൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രൈസ് മൂവ് ചെയ്യിക്കുന്നത് എന്നത് ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുള്ളൂ.
സോ ഇവിടെ റീറ്റെയിലിംഗ് കൺസെപ്റ്റ് വലുതായിട്ട് ഇല്ല എന്ന് വെച്ചാൽ ഈ പറയുന്ന സോ കോൾഡ് സ്ട്രാറ്റജീസ് ആൻഡ് വിൻ റേറ്റ് ഇതൊന്നും ഇവിടെ ഒരു ബേസിക് ഫൗണ്ടേഷൻ പോലും ഇല്ല മാർക്കറ്റിൽ. ബിക്കോസ് മാർക്കറ്റ് അതിലും വലിയ കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സത്യസന്ധമായി നിങ്ങളുടെ രീതിയിൽ അവതരിപ്പിക്കാമെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷെ എങ്ങനെ ആലോചിച്ചാലും കംപ്ലീറ്റ് ആവുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അത് കംപ്ലീറ്റഡ് ആവുന്നില്ല. സോ വളരെ ചെറിയ ലെവലിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ഇതല്ലാതെ ഇതിൻ്റെ സീക്രട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ബിഹൈൻഡിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ എക്സ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതുവരെ മനസ്സിലായതിൻ്റെ പേരിൽ ഞാനൊരു കാര്യം പറയാം. റീറ്റെയിലിംഗ് കൺസെപ്റ്റ് എല്ലാം നമുക്ക് വളരെ മൈന്യൂട്ട് ലെവലിൽ മാർക്കറ്റിൽ പെരുമാറുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കുക. വളരെ വളരെ മൈന്യൂട്ട് ലെവലിൽ. സോ ഗ്രേറ്റസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് വളരെ വലിയ അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് മനസ്സിലായി. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത് എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഇപ്പോൾ ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ലേ. സോ ഫ്രം നൗ ഓൺ വെൽക്കം യു ഗൈസ് ടു ദ പ്രീമിയം സോൺ ഓഫ് ട്രേഡിംഗ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ട്രേഡ് പ്ലേസ് ചെയ്യുന്നതെന്നും അവരുടെ ലാർജ് ക്വാണ്ടിറ്റി പ്രൈസിൽ വലിയ ആക്ടിവിറ്റി ഒന്നും കാണിക്കാതെ വലിയ മൂവ്മെൻ്റ് ഒന്നും കാണിക്കാതെ എങ്ങനെ അവർ അത്ര വലിയ ലാർജ് ക്വാണ്ടിറ്റി മാർക്കറ്റിൽ പ്ലേസ് ചെയ്യുന്നത്, ആ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ആൻഡ് അടുത്തൊരു ലിക്വിഡിറ്റി സോൺ എവിടെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ആ ലിക്വിഡിറ്റി സോണിൽ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏത് രീതിയിലുള്ള ട്രേഡാണ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആക്ച്വലി മനസ്സിലാക്കേണ്ടത്. അതിലോട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്കിനെ സംസാരിക്കാം. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. ഇത്ര നേരം ഞാൻ സംസാരിച്ചതിന് ട്രേഡിംഗ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ട്രേഡിങ്ങിൽ തെറ്റാണ് എന്നത് അർത്ഥമില്ല. അതിൽ ശരിയാണ്, നിങ്ങൾ മനസ്സിലാക്കിയ എല്ലാം തന്നെ ശരിയാണ്. പക്ഷെ അതിന് ഇങ്ങനൊരു വേ കൂടെ ഉണ്ട്, ഒരു കാര്യം കൂടെ ഉണ്ടെന്ന് കാണിച്ചു തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. താങ്ക് യു.